ചേട്ടാ ഈ വെള്ളത്തിന് എത്ര രൂപയാ? ഒന്ന് നോക്കിക്കേ. Good evening guys, myself Gokul Anil Kumar. I am working as a network engineer in UST. This is my wife Alicia. She is a lover. So കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് മാച്ച് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് സം ഓഫ് യു ഹാവ് സീൻ അസ് ഇൻ 24 ന്യൂസ്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഞങ്ങളെ കണ്ടിട്ടുണ്ടാവും. അതായത് ഞങ്ങൾക്ക് അവിടെ വെച്ച് അത്ര നല്ല അനുഭവമല്ല ഉണ്ടായിരുന്നത്. ന്യൂസിലെല്ലാം അത്യാവശ്യം എല്ലാം ഉണ്ടായിരുന്നൊരു വിഷയം തന്നെയാണ് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം. ഇതിൽ ഞങ്ങൾ കഴിഞ്ഞ മാസം 31-ാം തീയതിയാണെന്ന് തോന്നുന്നു, ഞങ്ങൾ വനിതാ ക്രിക്കറ്റ് മാച്ചും കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം തന്നെ ഞങ്ങളിത് നോട്ടീസ് ചെയ്ത ഒരു കാര്യമാണ്. അതായത് അവിടെ ക്യാമ്പ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, അവർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു മിനറൽ വാട്ടർ കമ്പനിയുടെ വാട്ടർ ക്യാൻ, ആ വാട്ടർ ക്യാൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതിനകത്ത് അവർ MRP പറയുന്നുണ്ട്. അത് 10 രൂപയാണ് ഇതിൻ്റെ MRP. അതേപോലെ ഇതെന്ന് പറയുന്നത് 20 രൂപയുടെ കുപ്പിയാണ്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ അത് കാണാം. അപ്പോൾ ഈ കുപ്പിക്ക് അവർ ചാർജ് ചെയ്തിരുന്നത് ഇതിന് 100 രൂപയും ഈ ഒരു കുപ്പി വെള്ളത്തിന് 200 രൂപയാണ് അവർ ചാർജ് ചെയ്തിരുന്നത്. അപ്പം കഴിഞ്ഞ വനിതാ ക്രിക്കറ്റ് മാച്ചിൽ തിരക്ക് കുറവായിരുന്നതുകൊണ്ട് തന്നെ അവിടെ വച്ചിരുന്ന വെള്ളം നമുക്ക് അത്യാവശ്യം കുടിക്കാനും എല്ലാം തികഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണ 40,000-ഓളം പേര് പങ്കെടുത്ത ഇന്ത്യൻ ടീമിൻ്റെ, അതായത് മെൻസ് ക്രിക്കറ്റ് മാച്ചിൽ ആണ് ഞങ്ങൾക്ക് ഇത്രയും വെള്ളത്തിനൊരു ഒരു ബുദ്ധിമുട്ടുണ്ടായത്. അപ്പോൾ അവിടെ ആദ്യ പകുതിയിൽ അവിടെ എല്ലായിടത്തും അത്യാവശ്യം 1-2 ഇടത്തൊക്കെ ക്യാനും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, അതായത് ഒരു ക്യാൻ വെള്ളത്തിൽ നിന്ന് നമുക്ക് എത്ര പേർക്ക് വെള്ളം കുടിക്കാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത്രയും 40,000-ഓളം ആൾക്കാർ വരുമ്പോൾ അവർക്ക് അത്യാവശ്യം വെള്ളം കൊടുക്കേണ്ടത് അവിടുത്തെ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒരു കടമയാണ്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന വെള്ളം നമുക്ക് അവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവരുടെ ഗ്രീൻ പ്രോട്ടോക്കോൾ. ഓക്കെ, ദാറ്റ്സ് ഗുഡ് ആക്ച്വലി. നമ്മുടെ പുറത്തുനിന്ന് പ്ലാസ്റ്റിക് കുപ്പി അകത്ത് കയറ്റുന്നില്ല എന്ന് പറയുന്നത് ഇത് അവരുടെ പോളിസിയാണ്. അപ്പോൾ അങ്ങനെ പോളിസി ഉള്ള സമയത്ത് എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും നമുക്കുള്ള വെള്ളം അവർ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. എത്ര വെള്ളമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രൊവൈഡ് ചെയ്തേ പറ്റുള്ളൂ. എന്നാൽ ഇന്ത്യയുടെ ഫസ്റ്റ് ബാറ്റിംഗ് കണ്ടു പുറത്തിറങ്ങി ഞങ്ങളെ കാത്തുന്നത് ഇതൊന്നും അല്ലായിരുന്നു. വെള്ളം അവർ വച്ചിരുന്ന ക്യാനിലെ വെള്ളമെല്ലാം നേരത്തെ തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു കുപ്പിക്ക് അവർ ചാർജ് ചെയ്തത് 100-200 രൂപയാണ് ഒരു കുപ്പി വെള്ളത്തിന് ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു. പുതിയ ക്യാൻ വരുന്നതായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തതേ ഇല്ല. ക്യാൻ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അവിടെ കിടപ്പുണ്ടായിരുന്നു, ആർക്കും. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും അവിടെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച, അവിടെ ക്യാമ്പയുടെ ഒരു കൗണ്ടർ അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ആൾക്കാർ അവരുടെ ഫ്രസ്ട്രേഷൻ, അതായത് വെള്ളം കുടിക്കാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ, അവരുടെ കുട്ടികളുടെ വിഷമം, അവരുടെ കൂടെ വന്ന ലേഡീസിൻ്റെ പ്രശ്നം, ഇതെല്ലാം കണ്ടുകൊണ്ട്, ഈ പറഞ്ഞ ഓൾ പ്രൈസും കണ്ടുകൊണ്ട് അവർ ആ കൗണ്ടർ അടിച്ച് തകർക്കുന്ന ഒരു സീനാണ് നമ്മളവിടെ കണ്ടത്. എന്നാൽ ആ സമയത്ത് അവിടെ പോലീസുകാരുണ്ടായിരുന്നു, അവിടെ മറ്റു ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു. ആരും ഇതിൻ്റെ ഇടയിൽ ഇടപെടുന്നതോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സമാധാനിപ്പിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അവർക്ക് വെള്ളം എടുത്ത് കൊടുക്കുന്നതായിട്ടോ ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഈ പറയാലോ എന്താ, ആരെടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടും, ഏത് അതോറിറ്റിയായിട്ട് ബന്ധപ്പെടണം എന്നൊക്കെ ഞങ്ങൾ അവിടുത്തെ വോളണ്ടിയേഴ്സിനോട് ചോദിച്ചു. ഓർഗനൈസർ ആയിട്ടുള്ള അവിടെ ഒരു ഇൻസ്പെക്ടർ സാർ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയോട് ഞങ്ങൾ ചോദിച്ചു ആരുമായിട്ട്. അപ്പം നമ്മുടെ കയ്യിലുള്ള ബോട്ടിൽ മേടിച്ച് വെച്ചിട്ട് കുടിക്കാനും പറ്റില്ല. ഒരു ബോട്ടിൽ വെള്ളം കിട്ടാൻ നല്ല വഴിയുണ്ട്. അപ്പം അവർക്കൊന്നും അറിയില്ല ആരാണ് ഇതിന്റെ ആൾക്കാരെന്നോ അല്ലെങ്കിൽ സംഘാടക പ്രശ്നമാണോ വെള്ളം എത്തിക്കാത്തത്, വെള്ളം എവിടുന്ന കൊണ്ടുവരുന്നതെന്ന് പോലും അറിയത്തില്ല. അപ്പം അവിടെ ആകെ അവർ കാണിക്കുന്നത് ഡ്രിങ്കിങ് വാട്ടർ എന്ന് എഴുതി ബാത്റൂമിന്റെ സൈഡിലുണ്ടായിരുന്ന ഒരു പൈപ്പ്, ഡ്രിങ്കിങ് വാട്ടർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് കണ്ടാൽ തന്നെ അറിയാം, മുമ്പ് എപ്പോഴോ ബാത്റൂം ആയിരുന്നത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്, വെള്ളം എടുക്കുകയാണ്. ഒരു വളരെ മലിനമായ വെള്ളം അതിൽ വരുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കാര്യം അതിൻ്റെ ചുറ്റുപാടും എല്ലാം വേസ്റ്റും എല്ലാം നിറഞ്ഞു കിടക്കുന്ന ഒരെണ്ണമാണ്. നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, കാണാൻ മനസ്സിലാവും. അതെ, അപ്പം ആ ഒരു സാഹചര്യത്തിൽ അതായത് നമുക്ക് പുറത്തുനിന്ന് വെള്ളം കിട്ടുന്നില്ല. അപ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ടും വയലൻ്റായി. അപ്പോൾ ആ സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, നമുക്ക് വോളണ്ടിയേഴ്സിൻ്റെ അടുത്ത് നിന്നൊരു സപ്പോർട്ട് കിട്ടും, അല്ലെങ്കിൽ അവിടുത്തെ പോലീസുകാർ അതിൽ ഇടപെടും. ഈ പോലീസുകാരവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് ഇവർ ഈ 20 രൂപ ബോട്ടിലിനെ 200 രൂപ ബോട്ടിലാക്കി വിൽക്കുന്നത്. ഈ 10 രൂപ ബോട്ടിലിന് 100 രൂപയ്ക്ക് വിൽക്കുന്നതൊക്കെ ഈ പോലീസുകാർ അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ്. അതിനുള്ള ധൈര്യം അവർക്ക് കിട്ടുന്നത് പോലും ഗൂഗിൾ പേ ഒരുവിധം ഇത്രയും ക്രൗഡിൻ്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യത്തില്ല. പിന്നെ ഗൂഗിൾ പേ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. ക്യാഷ് ഉണ്ടെങ്കിൽ അത് കൊടുത്താൽ മാത്രമേ ആ കുപ്പിവെള്ളം തരുന്ന പോലും ഉണ്ടായിരുന്നു. അതെ, ഞങ്ങൾ ആ കുപ്പിവെള്ളം മേടിക്കാൻ നേരത്തെ ഞങ്ങൾ ചോദിച്ചു, അതായത് ഞങ്ങൾക്ക് ഇതൊരു പ്രശ്നമായിട്ട് ബുദ്ധിമുട്ടായിട്ട്
ആയിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് പിന്നീട് നമുക്ക് കൺസ്യൂമറിൽ ഒരു പരാതി കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ അവരുടെ അടുത്ത് ബില്ല് ചോദിച്ചു. ബില്ല് ചോദിച്ച സമയത്ത് അവർക്ക് ബില്ല് തരാൻ പറ്റത്തില്ല, പകരം പൈസ മാത്രമേ കൊടുക്കുള്ളൂ. നമ്മൾ എന്നിട്ട് ഗൂഗിൾ പേയുടെ ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ ചെയ്യാമെന്ന് ചോദിച്ചു. പക്ഷേ അവർ ഗൂഗിൾ പേ സ്വീകരിക്കുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ബില്ല് അവർ തരാനും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ക്യാഷ് വെച്ചിട്ടുള്ള ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ അവർ ഒരു കുപ്പി കോള അല്ല, ഒരു കുപ്പിയല്ല, ഒരു കപ്പിൽ ഒരു ചെറിയൊരു 200 ml ഒരു കപ്പ് കോളയ്ക്ക് അവർ ഈടാക്കിയിരുന്നത് 50 രൂപയാണ്. ഓക്കെ, അപ്പം ഇത്രയും പൈസ അവരവിടെ മേടിക്കുന്നുണ്ടെങ്കിൽ അത് ബാക്കി പലർക്കും എനിക്ക് തോന്നുന്നു അതിൽ 20 രൂപയുടെ 200 വിറ്റിട്ടുണ്ടെങ്കിൽ 200 മാത്രമല്ല 300 400 വിറ്റിട്ടുണ്ട്. പലർക്കും പല റേറ്റാണ്. നമ്മൾ ചോദിച്ചപ്പോഴും പലരും പറഞ്ഞത് എങ്ങനെയാണ്. അതെ, ഞങ്ങൾ ന്യൂസിൽ ചർച്ച കണ്ട സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 200 രൂപയ്ക്കും 300 രൂപയ്ക്കും വരെ വെള്ളം വാങ്ങി കുടിച്ചവരവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് കുപ്പി കയറ്റാത്തൊരു സാഹചര്യത്തിലും നമുക്ക് വെള്ളം ആവശ്യം ഈ 5-6 മണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ, ഞങ്ങളാണെങ്കിൽ അതായത് 4 മണിക്ക് അവിടെ സ്റ്റേഡിയത്തിനകത്ത് പ്രവേശിച്ചാണ് 4 മണിക്ക്. അപ്പോൾ ആ സമയം മുതൽ രാത്രി 12 മണി വരെ അല്ലെങ്കിൽ 11 വരെ കളി കഴിയുന്ന സമയം വരെ ഞങ്ങൾക്ക് വെള്ളം ആവശ്യമാണ്. അതൊരു അവിടുത്തെ ചൂടിലും ഇത്രയും ആൾക്കാരുടെ തിരക്കിലും ഇടയിൽ വെള്ളം നമുക്ക് എന്തായാലും വേണ്ടി വരും. അപ്പം ആ ഒരു വെള്ളം അവിടെ നമുക്ക് ലഭ്യമാക്കേണ്ടത് ഈ KCAയുടെ തീരുമാനമാണ്, അല്ലെങ്കിൽ KCAയുടെ ഉത്തരവാദിത്വമാണ് അല്ലേ. അപ്പോൾ ഈ വെള്ളം തന്നില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് പരാതിപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുക അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കുക ഒന്നും ചെയ്യേണ്ട ഒരു കാര്യം നമുക്കവിടെ ഇല്ല. നമുക്ക് ഏത് അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വെള്ളം കിട്ടും, അല്ലെങ്കിൽ ഇതിനെന്താണ് ഒരു പരിഹാരം അന്വേഷിച്ചാലും ഞങ്ങൾ പലയിടത്തും ചെന്നു, പല ഉദ്യോഗസ്ഥരെയും കണ്ടു, പോലീസുകാരെ കണ്ടു, എല്ലാവരും കൈമലർത്തി കാണിക്കും. അതെ, അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർക്ക് പോലും അറിയില്ല അവിടെ ആരാണ് ഇതിന്റെ ഉത്തരവാദിയെന്നോ അല്ലെങ്കിൽ അവർ ആരെ കണ്ടു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമെന്നോ അറിയില്ല. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങി വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവർ ചെയ്തത്, പുറത്തേക്കുന്ന വോളണ്ടിയേഴ്സ് പറയുന്നത് അവർക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ആരെങ്കിലും പുറത്ത് പോയാൽ കയ്യിൽ ടിക്കറ്റ് ഉള്ളവരാണെങ്കിൽ പോലും അവരകത്തേക്ക് കയറ്റരുത് എന്നാണ് അവരുടെ തീരുമാനം. ഓക്കെ, അങ്ങനെയാണ് അവരുടെ ഒഫീഷ്യൽസ് അവരെ അറിയിച്ചത് എന്നാണ് പുറത്തേക്കുന്ന വോളണ്ടിയേഴ്സ് പറഞ്ഞത്. അതായത് എൻ്റെ ചോദ്യം ഇതാണ്, 1200 രൂപ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയ ആൾ, ഓക്കെ, നമുക്ക് ആ കളി തീരുന്നത് വരെ ആ ടിക്കറ്റ് ഉപയോഗിക്കാനുള്ള ഒരു അവകാശം നമുക്ക് അവിടെ ഇല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഓക്കെ, അതായത് കളി കഴിയുന്നത് വരെയെങ്കിലും, അറ്റ്ലീസ്റ്റ് കളി തുടങ്ങുന്നത് മുതൽ കഴിയുന്നത് വരെയെങ്കിലും ആ ടിക്കറ്റ് കൊണ്ട് അകത്തോട്ട് കയറാനും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു അവകാശം നമുക്ക് വേണം. അത് നമ്മുടെ അവകാശമാണ്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും പ്രതികരിക്കാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മളിപ്പം പ്രതികരിക്കുമ്പോൾ പോലും ഇങ്ങനെയാണ് അല്ലെങ്കിൽ എന്നും പറഞ്ഞ് അതിനെ കണ്ണടച്ചങ്ങ് പോവുകയാണ്. അതെ, ഒത്തിരി പേര്, അതായത് ന്യൂസ് ചാനലിൽ വന്നപ്പോൾ ഒത്തിരി പേര് അതിൽ കമന്റ് ഇട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ വീട്ടിൽ TV ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് അവിടെ പോയി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഞങ്ങൾ കേട്ടു. അപ്പോൾ അതിന് ഒരു എന്താ പറയുക, ഒരു മറുപടി കൊടുക്കാൻ പോലും നമുക്കറിയില്ല. അവരെന്ത് ലോജിക് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മളിപ്പോൾ ഉത്സവം കാണാൻ പോകുന്നു അല്ലെങ്കിൽ സിനിമ കാണാൻ പോകുന്നു, അതെ, അതുപോലെ നമുക്ക് എല്ലാം ഒരു അനുഭവമാണ് അല്ലേ. നമ്മുടെ ഈ പറഞ്ഞ പോലെ നമുക്കിപ്പം പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ പോകാതിരിക്കുകയാണ് ചെയ്യുന്നത്. എവിടെയായാലും നമ്മളിപ്പോൾ എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നു, ഫാമിലി ഒപ്പം പോകുന്നു. ഞങ്ങളിപ്പം ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ 6-7 പേരുണ്ടായിരുന്നു. ഇത്രയും പേരും ഈ 1200 രൂപ പെർ ഹെഡ് കൊടുത്താണ് അവിടെ കയറിയത്. ഫാമിലി ആയിട്ടാണ് നമ്മൾ പോയത്. അതെ, അപ്പം ഇത്രയും പേര് പോയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഇനി ഭാവിയിൽ അവിടെ ഒരു ക്രിക്കറ്റ് മാച്ച് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ആൾക്കാർ അവിടെ പോകുമെന്നും അവരെ സഹകരിക്കുമെന്നും ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, എന്തായാലും സംഭവിച്ചു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇത് അങ്ങനെ ഒരു ലൈറ്റായിട്ട് എടുത്ത് ഇതങ്ങ് വിട്ട് കളയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല. ബാക്കിയുള്ളവർ ചെയ്യുന്ന പോലെ ചെയ്യാനും താല്പര്യമില്ല. സമൂഹത്തിന് മുഴുവൻ ബാധിച്ച ഒരു പ്രശ്നമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. 40,000 പേര് ഉൾക്കൊള്ളുന്നത്, സീറ്റ് ഫുള്ളായിരുന്നു, ടിക്കറ്റ് ഒന്നും അവൈലബിൾ പോലും അല്ലായിരുന്നു. അത്രയും വലിയൊരു സ്റ്റേഡിയത്തിൽ ഒരു ക്യാൻ വെള്ളമാണ് ഓരോ ഇതിലും കൊടുത്തിരുന്നത്. അതിന് നമ്മൾ എന്തായാലും ശക്തമായിട്ട് പ്രതികരിക്കും. ഇതിന് ഞങ്ങൾ ലീഗലി ഞങ്ങൾ മൂവ് ഏജന്റ് ചെയ്യും. അതെ, അതുകൊണ്ട് ഒരു കാര്യമുള്ളത്, ഞങ്ങൾ പുറത്തിറങ്ങിയതിന് ശേഷം ന്യൂസുകാരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാര്യം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ഒരു പരാതി ബോധിപ്പിക്കാനുണ്ടോന്ന് കേൾക്കുമെന്നാണ് ഞങ്ങൾ ചോദിച്ചത്. അവിടെ ലൈവ് ഒക്കെ നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഇടയ്ക്കൊക്കെ ലൈവ് തീർന്നു പോയി. അപ്പോൾ ഇത് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഫൈൻ, അവരുടെ ഇഷ്ടമല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് പോയപ്പോഴാണ് News 24 അവിടെ നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ ഞങ്ങൾ അവരോട് കാര്യം പറഞ്ഞു. അപ്പോൾ അവർ ഒരു മടിയും കൂടാതെ ഞങ്ങളുടെ വീഡിയോ എടുക്കുകയും അതിപ്പോൾ ഇന്ന് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിൽ വലിയ സന്തോഷമുണ്ട്. 24 ന്യൂസിന് ഒരുപാട് നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു ഗൈസ്.